എറണാകുളത്ത് BJP ഒരു കാരണവശാലും ഒരു 10% കൂടുതൽ വോട്ട് മേടിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് 6 പേര് മത്സരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം, കാശുണ്ടാക്കാം. തോറ്റാലും ജയിച്ചാലും ഒരു 2 കോടി രൂപ മിച്ചം വയ്ക്കാം. അതാണ് രാഷ്ട്രീയം. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സാബു ജേക്കബ് നേരത്തെ BJP പറ്റി പറയുന്ന ഒരു ഭാഗം. 2020 അതായത് അദ്ദേഹം പറഞ്ഞത് 10% വോട്ട് മാത്രമേ എറണാകുളത്ത് BJPക്ക് കിട്ടുള്ളൂ എന്നാണ്. അതിനർത്ഥം എന്താണ്? ആ 10% വോട്ട് കിട്ടുന്ന BJPയുമായിട്ടാണ് ഇപ്പോൾ ആര് കച്ചവടം ചെയ്തിരിക്കുന്നത്? സാബു ജേക്കബ് കച്ചവടം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. ഒരു സീറ്റിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? അദ്ദേഹം പറയുന്നത് എറണാകുളത്ത് ജില്ലേനെയാണ് ആപ്പാടെ ഈ 2020 ഉള്ളത്. അതും ഇട്ടാവട്ടത്തിൽ 4-5 മണ്ഡലത്തിൽ മാത്രമാണ് കുറച്ച് ശക്തി ഉണ്ടെന്ന് പറയുന്നത്. കുന്നത്തുനാടാണ് അവർ ആപ്പാടെ ശക്തിയുള്ള സ്ഥലം. പിന്നെ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, കോതമംഗലം അവിടെയൊക്കെ അത്യാവശ്യം വോട്ട് കഴിഞ്ഞ വർഷം പിടിച്ചിട്ടുണ്ട്. പിറവം, എറണാകുളമൊക്കെ കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭയങ്കരമായ തിരിച്ചടി 2020 കിട്ടി. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിലാക്കി ഇനി കളി മാറ്റി പഠിച്ചില്ലെങ്കിൽ 2020 ഇല്ലാതെയാവും. ഇപ്പോൾ BJP ആകട്ടെ ഇപ്രാവശ്യം 10 സീറ്റിൽ പിന്നെ അവർക്ക് ജയിക്കണം, എങ്ങനെയെങ്കിലും ജയിക്കണം. 10 സീറ്റിൽ ജയിക്കണം. ബാക്കി 130 സീറ്റിലും ആരെങ്കിലും ജയിച്ചാൽ മതി, ജയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അവിടെയുള്ള BJP വോട്ട് ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു? LDFന് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ നേട്ടമായി മാറും. പക്ഷെ കേരളത്തിലെ ജനത മൊത്തത്തിൽ ഈ CPM-നെതിരാണ്. ഈ BJPയിലെ അണികൾ ഭൂരിപക്ഷം ഈ ഗവൺമെന്റിനെതിരാണ്. എന്തിന്? 2020 പ്രവർത്തകർ എല്ലാവരും തന്നെ ആർക്കെതിരാണ്? പിണറായിക്കെതിരാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഈ പ്രസ്താവന നമ്മൾ വിലക്കുന്നത്. അത് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ചാകര. തോറ്റാലും ജയിച്ചാൽ എത്ര രൂപ കിട്ടുക അറിയോ? 2 കോടി രൂപ കിട്ടുന്നതാണ് ആര് പറയുന്നത്? നമ്മുടെ പിന്നെ സാബു ജേക്കബ് പറയുന്നത്. ജയിച്ചാലും തോറ്റാലും എന്ത് കിട്ടും? 2 കോടി രൂപ കിട്ടും. എങ്ങനെ? ഇലക്ഷൻ ചെലവ് അല്ല, ഇലക്ഷൻ അവിടുന്ന് BJP കൊടുക്കുന്ന ഫണ്ട് ഉണ്ട്. BJP കൊടുക്കുന്ന പ്രാവശ്യം 1000 കോടി രൂപയാണ് കേരളത്തിലേക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 400 കോടി രൂപയാണ് ആർക്ക് മൊത്തം കഴിഞ്ഞ തവണ വന്നത്. അതിൽ ഭൂരിപക്ഷം സുരേന്ദ്രൻ മറ്റോടെ അടിച്ചുകൊണ്ടുപോയി, എല്ലാവർക്കും കിട്ടിയില്ല. അതിന് മുമ്പേ പ്രാവശ്യം 200 കോടിയായിരുന്നു മുരളീധരൻ പ്രസിഡന്റ് ആയ സമയത്ത്, അതും അടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. കാശ് കിട്ടുന്നതാണ് സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് ജയിക്കുകയല്ല ആവശ്യം. ആ സമയത്ത് ഫണ്ട് പിരിക്കും ചെയ്യാം. കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. BJP ആണ് കേന്ദ്രത്തിലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോൾ എല്ലാ പ്രമുഖ ബിസിനസ്സുകാരും പൈസ കൊടുക്കും. അത് എന്നോട് പല ബിസിനസ്സുകാരും പറഞ്ഞത് എന്താ അറിയോ? അവർ പറഞ്ഞു മേടിക്കരുത്, ഇല്ലെങ്കിൽ ED ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് പലരും പൈസ മേടിച്ചതെന്നാണ്. ഇവിടുത്തെ പല പ്രമുഖരായ ആളുകൾ സംസാരിച്ചതിൻ്റെ റെക്കോർഡ് എൻ്റെ കൈവശമുണ്ട്. ഈ ബിസിനസ്സുകാർ തന്നത്. ഞാൻ ഇപ്പോൾ അവരായിട്ട് നല്ല സൗഹൃദം പുറത്തു വിടാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴേ, ഈ ഇലക്ഷൻ സമയത്ത്. പലരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 2020 22 സീറ്റ് കൊടുത്തു. ഏതാണ് 2020 22 സീറ്റ് കൊടുക്കാനുള്ള കേരളത്തിൽ എവിടെ സ്ഥലമുള്ളത്? സ്ഥലം വേണമെന്നില്ലല്ലോ. ഇവർക്ക് വോട്ട് തിരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ വോട്ട് കൊടുക്കാന്നുള്ളതല്ലേ ഉദ്ദേശം. നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞതെന്ന് കേൾക്കാം നമുക്ക്. Mr. Modi is controlled by President Trump, and the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala. കേട്ടല്ലോ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഇവിടെ ഡീലാണ്. ഇന്ത്യയിലെ പല പ്രധാന മുഖ്യമന്ത്രിമാരെയും പിടിച്ചകത്താക്കി, കെജ്രിവാളിനെ പിടിച്ചകത്താക്കി, രാഹുൽ ഗാന്ധിനെ 50 മണിക്കൂർ ചോദ്യം ചെയ്തു, അമ്മയെ ചോദ്യം ചെയ്തു, അതേപോലെ ഇവരെയൊക്കെ ചോദ്യം ചെയ്തു. എന്ന് വരെ ആരെ തൊട്ടില്ല? പിണറായി തൊട്ടില്ല. പിണറായിക്കെതിരെ എന്തൊക്കെയുണ്ട്? നയതന്ത്ര പാക്കേജിലൂടെ സ്വർണ്ണക്കളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, പിന്നെ നമ്മുടെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയില് ഇതിന്റെ എല്ലാം ഒന്നാം സാക്ഷി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
എറണാകുളത്ത് കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാള് ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സെന്റർ. അപ്പം അദ്ദേഹത്തിന് കൃത്യമായി അറിയാലോ. ഭയങ്കര സാക്ഷി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം അറിയാം. പക്ഷെ ഈ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ BJP-യിൽ ഇവിടുത്തെ നേതാക്കന്മാർ ഇവരെ രക്ഷിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. ആരെ? നമ്മുടെ കേരളത്തിലെ BJP നേതാക്കന്മാർ പിണറായി വിജയന്റെ ആസനം താങ്ങികളായി കച്ചവടമാണത്. പിണറായി ഏത് കച്ചവടം ചെയ്താലും അതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടും, ഏത് തട്ടിപ്പ് നടത്തിയാലും അതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടും. ഇവർക്കും വിദേശത്ത് കോടികളാണുള്ളത്. അപ്പം കേരളത്തിലെ BJP-യെ ഇത്തവണ ഒരു തീരുമാനം എടുത്തു, 10 സീറ്റിൽ BJP-യെ വിജയിപ്പിക്കണം. അതിൽ നേമം, കഴക്കൂട്ടം തുടങ്ങി ഇങ്ങോട്ടുള്ള 10 സീറ്റാണ്. ആ 10 സീറ്റിൽ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് 130 സ്ഥലത്ത് BJP എതിർക്കുത്തണം. ആ എതിർക്കുത്തേണ്ട സ്ഥലങ്ങളാണ് പ്രധാന 22 സീറ്റ് ആർക്ക് കൊടുത്തത്? ഈ പറയുന്ന 2020 കൊടുത്തത്. 2020-യുടെ പ്രവർത്തകർ BJP-ക്കെതിരാണ്. പിന്നെ ആർക്കെതിരാണ്? CPM-നെതിരാണ്. ഈ സാബു ജേക്കബിനെ എല്ലാ തരത്തിലും വേട്ടയാടിയതാരാണ്? CPM ആണ്. ഇപ്പോൾ 2020-യുടെ സാധാരണ പ്രവർത്തകർ പറയുന്നത് സാബു ജേക്കബ് പറ്റിച്ചു. ഇത്രയും കാലം രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടാണ് നമ്മൾ പോരാട്ടം നടത്തിയത് എന്നാണ് പറഞ്ഞിരുന്നത്. BJP-യുടെ അണികളോ ഞങ്ങളെ കൊന്ന് ഈകാണല്ല, ഞങ്ങളെ കൊല്ലുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഏത് 2020-യുടെ അല്ല തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും. തൃപ്പൂണിത്തുറ അധികാരം കിട്ടി, കൊടുങ്ങല്ലൂർ അവരുടെ ശക്തി കേന്ദ്രമാണ്. ഈ 2 സീറ്റ് ഏത് അർത്ഥത്തിലാണ് 2020 കൊടുത്തത്? അവിടുത്തെ സാധാരണ പ്രവർത്തകർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നത്? പിന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തത് BJP-യുടെ സാധാരണ പ്രവർത്തകർ CPM-ന് വോട്ട് ചെയ്യണം, അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഇതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത ആൾക്കാർ 2020 ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ഇപ്പോഴുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് BJP വോട്ടടക്കം UDF-ലേക്ക് പോകുന്ന ഒരു സ്ഥിതി. കാരണം അവർക്ക് UDF-നോടുള്ള താല്പര്യമല്ല, ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയൻ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് 2020-യുടെ. അതെ, അതെ, ഡീലിനെതിരെ മാത്രമല്ല 2020-യുടെ ആൾക്കാർക്ക് പിണറായിക്കെതിരെയാണ്. അതേപോലെ BJP-യുടെ അണികൾ കംപ്ലീറ്റ് ഭരണമാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവരോട് CPM-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും 2020 വോട്ട് ചെയ്യാൻ പറഞ്ഞാലും നടക്കൂ? അല്ല, അത് തന്നെ അവരുടെ അഭിമാനമാണ് കൊണ്ട് കളഞ്ഞത്. എവിടെ? തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ 2 കോൺഫറൻസ് മാത്രം എടുത്താൽ വളഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിച്ചത്? പാർട്ടിയെ ഒന്നിച്ച്, പാർട്ടി അണികളുടെ വികാരത്തെ മനസ്സിലാക്കാതെ അവർ ഇത്രയും കാലം കഷ്ടപ്പാടും ത്യാഗങ്ങളും ശ്രമിച്ച് സമരം നടത്തിയിട്ട് എറണാകുളത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളും തൃപ്പൂണിത്തുറ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പുറത്തേക്ക് എന്താ ഉള്ളത്? കൊടുങ്ങല്ലൂർ കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് എന്താ ഉള്ളത്? ഇപ്പോൾ സാബു ജേക്കബ് മൊത്തം 100 കോടി രൂപ കൊടുത്തു എന്നുള്ള പ്രചരണമാണ് BJP അണികളിൽ നിന്നുള്ള കിട്ടി. 100 കോടി രൂപ ഇവിടുത്തെ നേതാക്കന്മാർ വാങ്ങി. അതോടൊപ്പം കേരളത്തിലേക്ക് വരുന്ന ഫണ്ടും വരും അതിൻ്റെ അകത്ത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഫണ്ട് വരുന്നവർ ഈ 22 സ്ഥലത്ത് കൊടുക്കണ്ടല്ലോ. 1000 കോടി രൂപയാണ് ഇത്തവണ സെൻട്രൽ കമ്മിറ്റി കേരളത്തിലെ BJP-ക്ക് കൊടുക്കുന്നത് എന്നാണ്. കഴിഞ്ഞ വർഷം 400 കോടി ആയിരുന്നു എന്നാണ് പല ഭാഗങ്ങളിൽ കൂടെ വന്നിട്ടാണ് കഴിഞ്ഞ വർഷം കൊടകരയെ പിടിച്ചത്. കൊടകര പിടിച്ചതല്ല, സ്വന്തം നേതാക്കന്മാര് ആ ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏൽപ്പിച്ചത്. സംഭവത്തില് സുരേന്ദ്രന്റെ ഒക്കെ. അപ്പം രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞത് 100% സത്യമാണ്. അതേപോലെ VD സതീശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡീലുണ്ട്, അതൊരു സത്യമാണെന്നുള്ള തെളിയിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ആ ഡീൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇവരെ നേതാക്കന്മാരല്ല, താഴെ തട്ടിലുള്ള വോട്ടർമാരാണ് ഡീൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ അങ്ങനെ ആ ഉദാഹരണം പർട്ടിക്കുലർ സ്ഥാനാർത്ഥിയുടെ പർട്ടിക്കുലർ പാർട്ടിയുടെ അതുപോലെ വിരോധം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇവർ പറയുന്ന കച്ചവടത്തിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി സഹായിക്കാൻ വേണ്ടി അങ്ങനെ വോട്ടിംഗ് ഉണ്ടാവും. അതായത് സാബു ജേക്കബിന് അറിയാതെ കച്ചവടമാണ്. BJP-കാരെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ ചെയ്യാൻ നേതാക്കന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. ഓരോ വിലക്കെടുത്തുകൊണ്ട് എത്രയേ ഉള്ളൂ. BJP-യെ വിലക്കെടുക്കാൻ വലിയ പണിയില്ല എന്നുള്ളത് മനസ്സിലായി. BJP-ക്കാണെങ്കിൽ തല ഉയരണം. ഇതിന്റെ ഉത്തരവാദിത്വം CPM-ന് വോട്ട് മറച്ചു കൊടുത്തതിന്റെ പേരിൽ 2020 ജാറുണ്ടാക്കിയതിന്റെ പേരിൽ വോട്ട് കുറഞ്ഞു എന്ന് രക്ഷപ്പെടാം 22 സീറ്റിൽ. അപ്പൊ ഇതേപോലെ മറ്റുള്ള സീറ്റിലും ഇതേപോലെ 27 സീറ്റാണ് ആർക്ക് കൊടുത്തത്? BDJS-ന് കൊടുത്തത്. ഈ കള്ളക്കളി കളിക്കാൻ വേണ്ടിയാണ് ആദ്യം തൊട്ടേ BJP-യുടെ നേതാക്കന്മാരെടുത്തിരുന്ന നിലപാട് 10 സീറ്റെങ്കിലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2ാമതൊന്നും സീറ്റുണ്ട് 11 അതിലാണെങ്കിൽ പോലും 10 സീറ്റ് ജയിക്കും. അപ്പോൾ 10 സീറ്റും പോയിട്ട് ബാക്കി സീറ്റ് എന്നാ ചെയ്താലും പാർട്ടി പ്രവർത്തകർ ചോദിക്കില്ല. ഈ കേരളത്തിലെ BJP പ്രവർത്തകർ ആത്മാർത്ഥയുള്ള പ്രവർത്തകരാണ്. അവർ പിണറായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് സത്യമാണെങ്കിൽ ഇത്തവണ BJP പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ ഈ നേതാക്കന്മാരുടെ കൊലച്ചതിക്കെതിരെ
യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും. അവർക്ക് യു ഡി എഫിനോട് താല്പര്യം കൊണ്ടല്ല, പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യും. അത് വിജയിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണ വോട്ടിങ്ങിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. ജനങ്ങളെ ബൂത്തിൽ ചെല്ലുമ്പം ഇലക്ട്രോണിക് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നോക്കുമ്പോൾ കാണുന്നത് പിണറായി വിജയൻ്റെ ബീവത്സമായ മുഖമായിരിക്കും. ആ മുഖം കാണുമ്പോൾ ഞെട്ടി വിറച്ചുകൊണ്ട് എതിരായിട്ട് വോട്ട് ചെയ്യും. എറണാകുളത്ത് BJP ഒരു കാരണവശാലും ഒരു 10% കൂടുതൽ വോട്ട് മേടിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് 6 പേര് മത്സരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം, കാശുണ്ടാക്കാം. തോറ്റാലും ജയിച്ചാലും ഒരു 2 കോടി രൂപ മിച്ചം വയ്ക്കാം. അതാണ് രാഷ്ട്രീയം.